ആരാ? ആ വാച്ചറാണോ? അയാൾ ആളത്ര ശരിയല്ല. എന്താ പറ്റിയേ? അയാളെന്താ ചോദിച്ചോ? ഹേയ്, അയാളുടെ നോട്ടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഒരു ചീത്ത പെണ്ണിനെ നോക്കുന്ന പോലെ അയാൾ നോക്കിയത്. ഒന്നാന്തരം വായി നോക്കി. മോള് റിയാക്ട് ചെയ്തൊന്നുമില്ലല്ലോ? നോ, ഞാനത് നന്നായി ആസ്വദിച്ചു. ഈ ആണുങ്ങള് ഭയങ്കര സംഭവമാണല്ലേ ച്ചാ? പെണ്ണുങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന മട്ടില ചിലപ്പോ അവര് പെരുമാറുന്നത്. പെണ്ണൊരു പ്രശ്നം തന്നെയാണ് ആഗ്നസ്. നീ എന്റെ കാര്യം തന്നെ നോക്ക്. അമ്മ ഉണ്ടായ ശേഷം രഹസ്യമായി പോലും ഞാനൊരു പെണ്ണിനെ ഇപ്പൊ നോക്ക്, വയസ്സുകാലത്തൊരു കിഴന്റെ പെണ്ണിന്റെ പുറകെ നടക്കുക. എന്തൊരു വൈചിത്രം! കിളന്തോ? ഞാനോ? ഞാനിപ്പോഴും പച്ചയാണോ? പഴുത്തിട്ടില്ല? ഡിക്കിൻസിന്റെ ഒരു വരിയുണ്ട്, ഐ ടേസ്റ്റ് എ ലിക്കർ നെവർ ബ്രൂഡ്. ഒരിക്കലും കുടിച്ചു തരാത്തൊരു മദ്യം ഞാൻ രുചിക്കുന്നു. നീ അടുത്തു വന്നപ്പോ ഞാൻ മദ്യവെക്കുന്നതിന് മുമ്പേ ഇൻടോക്സിക്കേറ്റഡ് ആയി. എത്ര ബാച്ചുകളിൽ എത്ര സുന്ദരികളായ ശിഷ്യകളെ കണ്ട ബാലേന്ദ്രന് എപ്പോഴും സംഭവിച്ചു ആഗ്നസ്. ശരിക്കും എന്നാ എന്നെ ആദ്യം ഇഷ്ടപ്പെട്ടത്? ചിലപ്പോ നിനക്കൊരു ദിവസം ഭയങ്കര വയറ്റുവേദന വന്നു. അമ്മവും സരും കൂടി അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. എനിക്ക് പീരിയഡ്സ് ആയിരുന്നോണ്ട് എന്നെ കൊണ്ടുപോയില്ല. നിനക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു. നീ എന്നോട് വയറ് തടവി തരാൻ പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മ പറഞ്ഞപ്പോ പോലും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നീ എന്റെ മടിയിൽ വന്ന് കിടന്നു. നിന്റെ ശരീരത്തിന് ഭയങ്കര ചൂടായിരുന്നു. സാധാരണ ആ സമയങ്ങളിൽ ആണുങ്ങളെ കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാ. പക്ഷേ അന്ന് നിങ്ങൾ എന്നെ ഉമ്മ വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. ആ ചുംബനം അവിടെ നിന്ന് എങ്ങനെയാ ഒഴിവായതെന്ന് എന്നെ എപ്പോഴും കുഴക്കുന്ന പ്രശ്നമാണ്.
ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട. നീ നീ ടെൻഷൻ അടുപ്പിക്കാതെ ചോദിക്കേ. അച്ഛനും അമ്മയും തമ്മിൽ ഈ റിലേഷൻഷിപ്പ് ഒട്ടുമില്ലേ? ആ സബ്ജക്റ്റ് വേണ്ട ആഗ്നസ്. എന്നെക്കാളും എത്രയോ സുന്ദരിയാണ് അവർ. അവരുടെ സ്കിന്നിന്റെ ടെക്സ്ചർ, സോഫ്റ്റ്നെസ്, ഐ മീൻ ഷീ സോ ടെംപ്റ്റിംഗ്. എന്നിട്ടും അച്ഛനും അമ്മയ്ക്കും ഇടയിൽ അവിശ്വസനീയമായൊരു ഡിസ്റ്റൻസ്. പ്രേമിക്കുന്നവരെ കാലം വെറുതെ വിടുന്നു. പക്ഷേ പ്രേമം കഴിയുമ്പോൾ കുടിശ്ശിക തീർത്ത് കണക്ക് പറയുന്നു. പ്രേമിക്കുന്നവർക്ക് പ്രേമത്തിന് ശേഷം പെട്ടെന്ന് വയസ്സാകുന്നു. ഈ വരികൾ കേട്ടിട്ടുണ്ടോ? വാവ്, തകർപ്പൻ. നീ ഇനി കഴിക്കണ്ട ആഗ്നസ്. നീ എന്നെ ഭയപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരു മുതിർന്ന പെണ്ണിനെ പോലെ. ഞാൻ എപ്പോഴും ഇങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ നമ്മളൊരു വേവ് ലെങ്ത് പ്രോബ്ലം ഇല്ലാത്തത്. യു വെരി അപ്സെറ്റ്. എന്ത് പറ്റി എന്റെ കാമുകന്? ഇനിയും അറിയിട്ടില്ലേ കുറ്റബോധം? ഈ യൂണിഫോം ചിലപ്പോൾ ഇതായിരിക്കും എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. എനിക്കും തോന്നി. ഭയങ്കര വിയർപ്പ്. അച്ഛന് ഫീൽ ചെയ്തു അല്ലേ? അയ്യേ, ഞാനൊരു ഡിയോഡറന്റ് പോലും എടുത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അമ്മനും ഇതേ യൂണിഫോം അല്ലേ? പെട്ടെന്ന് അമ്മുവിനെ ഓർമ്മ വന്നു അല്ലേ? കുഞ്ഞുനാൾ മുതൽ അമ്മുവിന് ഈ യൂണിഫോം ഇട്ട് കൊടുക്കാറുള്ളത് ഓർമ്മ വന്നു.